കാലം വന്നെങ്കിൽ ഇവിടെ ഡെങ്കിപ്പനി. അപ്പൊ പലരും ചോദിക്കുന്ന ഒരു സംശയം, ഈ പനി വൈറൽ പനിയാണോ ഡെങ്കിപ്പനിയാണോ? ചെറിയ ഐഡിയ തരാം. ആക്ച്വലി ഡെങ്കിപ്പനി ഒരു വൈറസ് മൂലമുണ്ടാവുന്ന വൈറൽ പനി തന്നെയാണ്. എന്നാൽ സാധാരണ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ വരുന്ന വൈറൽ പനിയെക്കാളും ഇതിന് കൂടുതൽ പനി ഉണ്ടാകാറുണ്ട്. പിന്നെ പനിയും കൂടാതെ നല്ല ക്ഷീണം, തലവേദന, മേലുവേദന, പ്രത്യേകിച്ച് കാലിന്റെ മുൻഭാഗം, ഷിൻ എന്ന് പറയും, കാലിന്റെ എല്ലുകളുടെ വേദന, കണ്ണിന്റെ പിൻഭാഗത്ത് റിട്രോർബിറ്റൽ പെയിൻ, ഇതൊക്കെ ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളിൽ പെട്ടതാണ്. പിന്നെയുള്ള നമുക്ക് വരുന്നത് ഛർദ്ദിക്കാനുള്ള ഒരു ടെൻഡൻസി വരാം. ഇതൊക്കെ ഏത് വൈറൽ പനിയിൽ വരാമെങ്കിലും കുറച്ച് കൂടുതൽ കടുപ്പത്തിൽ ഡെങ്കിപ്പനിയിൽ വരാറുണ്ട്. ഒപ്പം തന്നെ കൊതുകടിയുടെ ഹിസ്റ്ററി, അതായത് കൊതുകടിച്ചതായിട്ട് നമുക്കുള്ള അറിവ് തന്നെയാണ് പ്രധാനമായും ഡെങ്കിപ്പനി, അല്ലെങ്കിൽ അതിന്റെ സീസണിൽ കൊതുകടി ഏൽക്കുന്നത് തന്നെയാണ് ഡെങ്കിപ്പനിയാണോ എന്ന് സംശയിക്കാനുള്ള അറിയില്ല. കോഴിപ്പനി നമുക്ക് ഡെങ്കിപ്പനി ആണോ എന്ന് സംശയം തോന്നുന്നത്, അല്ലെങ്കിൽ ഏത് വൈറൽ ഫീവർ ആണെങ്കിൽ പോലും പാരസെറ്റമോൾ പോലുള്ള സപ്പോർട്ടീവ് കെയറിന്റെ കൂടെ നമ്മൾ എപ്പോഴും ഹൈഡ്രേഷൻ, ശരീരത്തിന്റെ നിർജ്ജലീകരണം പ്രിവെന്റ് ചെയ്യാനായി ORS, കഞ്ഞിവെള്ളം ഉപ്പിട്ടത്, നാരങ്ങവെള്ളം പഞ്ചസാര ഇട്ടത്, അങ്ങനത്തെ പാനീയങ്ങൾ, വീട്ടിലുള്ള സംഭാരം, ഇങ്ങനെയുള്ളതൊക്കെ നൽകാവുന്നതാണ്. ഒപ്പം തന്നെ ജ്യൂസ് പോലുള്ള ഷുഗറി ഡ്രിങ്ക്സ്, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ ഒഴിവാക്കുകയും ചെയ്യുക. ഈ മേൽപ്പറഞ്ഞ ഏതെങ്കിലും ലക്ഷണങ്ങൾ, അതായത് വൈറൽ പനിയാണെന്ന് നമ്മൾ സംശയിക്കുന്നു, പക്ഷെ മേൽപ്പറഞ്ഞ ഏതെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക. ഡെങ്കിപ്പനി എന്ന് സംശയിച്ച് നേരത്തെ ടെസ്റ്റ് ചെയ്യുന്നതിൽ കാര്യമില്ല. ഓരോ ടെസ്റ്റുകളും കൃത്യമായ സമയത്ത് ചെയ്യണമെന്നുണ്ട്. അപ്പം ഡെങ്കിപ്പനി സീസണിൽ പനിയുടെ ആദ്യത്തെ ദിവസം തന്നെ ടെസ്റ്റ് ചെയ്തിട്ട് അത് നെഗറ്റീവ് വന്നതുകൊണ്ട് ഡെങ്കിപ്പനി അല്ല എന്ന് കരുതി ആശ്വസിക്കുകയുമരുത്. സോ ഡോക്ടറെ കണ്ടിട്ട് മാത്രം ടെസ്റ്റ് ചെയ്യുവാനും തുടർ ചികിത്സയ്ക്കും ശ്രമിക്കുക. താങ്ക് യു.